TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +2 സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗം വീഡിയോയാണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗമീറ്റോജെനിസിസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഗമീറ്റോജെനിസിസ്? ഗമീറ്റ്സിന്റെ ഫോർമേഷൻ. രണ്ട് ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അല്ലെ. മെയിൽ ഗമീറ്റ്സും ഉണ്ട്, ഫീമെയിൽ ഗമീറ്റ്സും ഉണ്ട്. മെയിൽ ഗമീറ്റിനെ നമ്മൾ സ്പേം സെൽസ് എന്ന് വിളിക്കും, ഫീമെയിൽ ഗമീറ്റ്സിനെ നമ്മൾ ഓവം എന്ന് വിളിക്കും. സ്പേം സെൽസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് വിളിക്കുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ് സ്പെർമറ്റോജെനിസിസ്. അതുപോലെ ഫീമെയിൽസില് ഓവറിയില് ഓവം ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഉവോജെനിസിസ്. Gametogenesis can be classified into two, spermatogenesis and oogenesis. Spermatogenesis is the process of formation of male gamete, and it takes place in seminiferous tubules of testis. In the same way, oogenesis is the formation of female gametes. It takes place in ovary. ഓർക്കുക, ഗമീറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സിനെയാണ് ഗമീറ്റോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഫോർമേഷൻ ഓഫ് മെയിൽ ഗമീറ്റ് ഈസ് നോൺ as spermatogenesis and it takes place in seminiferous tubules of testis, and formation of ovum is known as oogenesis, or otherwise female gamete formation is known as oogenesis, and it takes place in ovary. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് സ്പെർമറ്റോജെനിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. എങ്ങനെയാണ് സ്പെർമറ്റോജെനിസിസ് എന്ന പ്രോസസ്സ് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് നടക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സ്പെർമറ്റോജെനിസിസ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് എപ്പോഴാണ് സ്പെർമറ്റോജെനിസിസ് അല്ലെങ്കിൽ സ്പേം സെൽസിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ കുട്ടി ഒരു പ്രായപൂർത്തിയാകുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, ഉദ്ദേശം ഒരു 13-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് സ്പെർമറ്റോജെനിസിസ് എന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത്. ആ പ്രോസസ്സിൽ ആദ്യം എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പെർമറ്റോജെനിസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയല്ലേ. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണുന്ന രണ്ട് ടൈപ്പ് സെൽസിന്റെ പേര് പഠിച്ചത് ഓർക്കുന്നുണ്ടാവും അല്ലെ. സ്പെർമറ്റോഗോണിയൽ സെൽസും അതുപോലെ തന്നെ സെർട്ടോളി സെൽസും. ഈ രണ്ട് സെൽസിന്റെയും പേര് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അകത്തെ ഭിത്തിയോട് ചേർന്നാണ് കാണുന്നത്. സ്പെർമറ്റോജെനിസിന് സമയമാകുമ്പോൾ, പ്യൂബർട്ടി സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണുന്ന ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. മൈറ്റോട്ടിക് ഡിവിഷനും മിയോട്ടിക് ഡിവിഷനും തമ്മിലുള്ള വ്യത്യാസം ഓർക്കുന്നുണ്ടാവുമല്ലോ. മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലായിട്ട് മാറും. മിയോസിസ് ആണെങ്കിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 4 സെല്ലുകൾ ഉണ്ടാകും. ക്രോമസോം നമ്പറുകൾ പകുതിയായിട്ട് മാറും. മൈറ്റോട്ടിക് ഡിവിഷനിൽ ക്രോമസോം നമ്പറിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല, നേരത്തെ പഠിച്ചിട്ടുണ്ട്. The spermatogonial cells present on the inside wall of the seminiferous tubules multiply by mitotic division and increase in numbers. അപ്പോൾ സ്പെർമറ്റോജെനിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണുന്ന ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുകയും അവയുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? Each spermatogonium is diploid and contains 46 chromosomes. ഈ ഓരോ സ്പെർമറ്റോഗോണിയൽ സെൽസും എന്താണ്? ഡിപ്ലോയിഡ് സെൽസ് ആണ്. കണ്ടെയ്ൻസ് 46 chromosomes. ഇപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസ് പ്യൂബർട്ടി സ്റ്റേജിലാകുമ്പോൾ എന്ത് പറഞ്ഞു? മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലാകുന്നു. ആ ഓരോ സെല്ലും വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ല് വീതം ആകുന്നു. ഇത് 2 സെല്ല് വീതം ആകുന്നു. അപ്പൊ അങ്ങനെ ഓരോ സെല്ലും മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സെല്ലുകളുടെ എണ്ണം എന്താകുന്നു? ഇരട്ടിയായിട്ട് മാറുന്നു. സം ഓഫ് ദ സ്പെർമറ്റോഗോണിയ കാൾഡ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് പീരിയോഡിക്കലി അണ്ടർഗോ മിയോസിസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സ്പെർമറ്റോഗോണിയൽ സെൽസില്
ചില സെല്ലുകൾ എന്ത് ചെയ്യുന്നു? മിയോട്ടിക് ഡിവിഷന് വിധേയമാകും. മിയോട്ടിക് ഡിവിഷന് വിധേയമാകും. പ്രൈമറി സ്പെർമറ്റോസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ പിക്ചറിൽ. ഇപ്പൊ ഇവിടെ കുറെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഉണ്ട്. ഉണ്ടോ? സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ അവിടെ നിന്ന് ആരെ കിട്ടുന്നു? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിന് കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുന്ന സെല്ലുകളെയാണ് ശരിക്കും പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നത്. സ്പെർമറ്റോഗോണിയൽ സെൽസ് ധാരാളം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സ്പെർമറ്റോഗോണിയൽ സെൽസിന് മിയോസിസ് ഡിവിഷൻ, മൈറ്റോട്ടിക് അല്ല, മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ്. Some of the spermatogonia called primary spermatocytes periodically undergo meiosis. മിയോട്ടിക് ഡിവിഷന് വിധേയമാകും. ഈ പിക്ചറിൽ നമുക്ക് കാണാം. ഇതാണ് സ്പെർമറ്റോഗോണിയൽ സെൽസ്. ഇത് മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്ന പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. A primary spermatocyte complete the first meiotic division or reduction division. എന്തുകൊണ്ടാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്? കാരണം അവിടെ ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുകയാണ്. ലീഡിംഗ് ടു ഫോർമേഷൻ ഓഫ് 2 equal haploid cells called secondary spermatocytes which have only 23 chromosomes. നോക്കൂ, ഈ ഉണ്ടാകുന്ന പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ അവിടെ കിട്ടുന്ന സെല്ലിനെ എന്ത് പേരിൽ വിളിക്കുന്നു? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നു. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ അതിന് എത്ര ക്രോമസോംസേ ഉണ്ടാവുകയുള്ളൂ? 23 ക്രോമസോംസേ ഉണ്ടാവുകയുള്ളൂ. ഓർക്കുക, സ്പെർമറ്റോഗോണിയൽ സെൽസിന് 46 ക്രോമസോംസ് ആണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റിനും 46 ക്രോമസോം ആണ്. കാരണം സ്പെർമറ്റോഗോണിയൽ സെൽസിലെ മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്ന സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഇവിടെ ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. ഇപ്പൊ 46 ക്രോമസോംസ് ഉള്ള പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന് വിധേയമായി കഴിയുമ്പോൾ അതിന്റെ ക്രോമസോം എത്രയായിട്ട് മാറുന്നു? 23 ക്രോമസോംസ് ആയിട്ട് മാറുന്നു. ആ സെല്ലിനെ അപ്പോൾ എന്ത് പേരിലാ വിളിക്കുക? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് എന്നാ വിളിക്കുക. The secondary spermatocytes undergo the second meiotic division to produce 4 equal haploid spermatids. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷന് വിധേയമാവുകയും അത് കഴിഞ്ഞുണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? സ്പെർമാറ്റിഡ്സ് എന്നാ വിളിക്കുക. ഈ പിക്ചറിൽ നോക്കിക്കേ, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് നമുക്കിവിടെ കാണാം. അടുത്തെന്താകുന്നു? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിന്റെ പടവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ആ സെല്ലിനൊരു രൂപമാറ്റം വന്നിട്ട് അത് സ്പെർമാറ്റിഡ് എന്നുള്ളൊരു ഫോമിലേക്ക് മാറുന്നു. സ്പെർമാറ്റിഡ് ഒരു സ്പേം സെൽസിന്റെ സ്ട്രക്ചറൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് സെല്ലായിട്ട് മാറുന്നു. സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതാ ഇവിടെ സ്പെർമാറ്റിഡ്സിനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇതിന്റെയും ക്രോമസോം നമ്പർ എത്ര? 23 ആണ്. അപ്പൊ ഓരോ സെല്ലിന്റെയും ഓരോ സ്റ്റേജിലുമുള്ള ക്രോമസോം നമ്പർ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്പെർമറ്റോഗോണിയൽ സെൽസിന് 46 ക്രോമസോംസ് ആണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിനും 46 ക്രോമസോംസ് ആണ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോഴാണ് അതിന്റെ ക്രോമസോം നമ്പർ 23ലേക്ക് മാറുന്നത്. അതായത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുമ്പോഴാണ് 23 ക്രോമസോംസിലേക്ക് മാറുന്നത്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് ഇവിടെ എത്തുമ്പോഴാണ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നത്. ഇനി സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ എന്തുണ്ടാകും? സ്പെർമാറ്റിഡ്സ് ഉണ്ടാകും. ഈ സ്പെർമാറ്റിഡ്സിന്റെയും ക്രോമസോം നമ്പർ എത്രയാ? 23 ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഓർക്കുക, ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും എത്ര സ്പെർമാറ്റിഡ്സ് ഉണ്ടായി? 4 സ്പെർമാറ്റിഡ്സ് ഉണ്ടായി. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 4 സ്പെർമാറ്റിഡ്സും ഉണ്ടാകും. മിയോസിസിൽ നമുക്കറിയാം ഒരു സെല്ലിൽ നിന്ന് എത്ര സെല്ലുണ്ടാകും? 4 സെല്ലുണ്ടാകും. ഇനി സ്പെർമാറ്റിഡ്സിന് ഡിഫറൻഷിയേഷൻ നടന്ന് അത് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം സെൽസ് ആയിട്ട് മാറും. അപ്പൊ അതില് ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്പെർമിയോജെനിസിസ്.
എന്താണ് സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് spermatids into functional spermatozoa or sperms. അപ്പോൾ സ്പേം സെൽസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഹെഡും മിഡിൽ പീസും ടെയിലും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചറിലേക്ക് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ്. വാട്ട് ഈസ് സ്പെർമിയോജെനിസിസ്? It is the transformation of spermatids into functional spermatozoa or sperms. സ്പെർമാറ്റിഡ്സിന് എന്തായിട്ട് മാറുന്നത്? ഫങ്ഷണൽ ആയിട്ടുള്ള സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം സെൽസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. ഇനി മറ്റൊരു ടേം കൂടെ പഠിക്കണം, സ്പെർമിയേഷൻ. വാട്ട് ഈസ് സ്പെർമിയേഷൻ? After spermiogenesis, sperms had become embedded in the Sertoli cells and are finally released from the seminiferous tubules. സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ നേരത്തെ മനസ്സിലാക്കി അല്ലേ? സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിറ്റീവ് സെൽസ് ആണെന്ന് പറഞ്ഞു. ന്യൂട്രിറ്റീവ് സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സ്പെർമാറ്റിഡ് സ്റ്റേജിൽ എത്തിക്കഴിയുന്ന ഈ സ്പെർമറ്റോസോവ, ആ സ്പേമിന്റെ ഹെഡ് ബിക്കംസ് എംബഡഡ് ഇൻ ദ സെർട്ടോളി സെൽസ്. ഇപ്പൊ സെർട്ടോളി സെൽസിൽ നറിഷ്മെന്റ് കൊടുക്കാൻ അതിന് സാധിക്കും. ഒരുപാട് ന്യൂട്രിറ്റീവ് മെറ്റീരിയൽസ് സെർട്ടോളി സെൽസിലുണ്ട്. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ സ്പെർമറ്റോസോവ സ്പെർമാറ്റിഡ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അത് സെർട്ടോളി സെൽസിൽ അതിന്റെ ഹെഡ് എംബഡ് ചെയ്തിരിക്കും, അങ്ങനെ തല പൂഴ്ത്തി അതിനകത്തിരിക്കും എന്ന് പറയാം. കാരണം അതിന് ന്യൂട്രിറ്റീവ് മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ആ ന്യൂട്രിറ്റീവ് മെറ്റീരിയൽസ് സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സ്പെർമറ്റോസോവയായിട്ട് മാറുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്നു. ആ റിലീസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ. ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് കാൾഡ് സ്പെർമിയേഷൻ. സ്പെർമിയോജെനിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെർമാറ്റിഡ്സ് ഫങ്ഷണൽ ആയിട്ടുള്ള സ്പെർമറ്റോസോവയായിട്ട് മാറുന്ന പ്രോസസ്, അതാണ് സ്പെർമിയോജെനിസിസ്. ഇനി സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ ആയിട്ടുള്ള സ്പെർമറ്റോസോവ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാ പ്രോസസ്സും കൺട്രോൾ ചെയ്യാൻ ഹോർമോൺസുകൾ ഉള്ളതുപോലെ നമ്മുടെ ഈ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. അപ്പൊ എന്തൊക്കെ ഹോർമോൺസ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് നോക്കാം. Spermatogenesis starts at the age of puberty due to significant increase in the secretion of a gonadotropin releasing hormone GnRH. നേരത്തെ പഠിച്ചു അല്ലെ? GnRH എന്നൊരു ഹോർമോണിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ഫുൾ ഫോം? ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ഇത് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് അല്ലെ? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഹോർമോൺ ആണ്. സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി. പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രായപൂർത്തിയാകുന്ന ഒരു സ്റ്റേജ് അല്ലെ? ഒരു 13-14 വയസ്സൊക്കെ ആകുന്ന സ്റ്റേജിൽ എത്തുമ്പോഴാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പിയർ ചെയ്യുന്നത്. ഹെയർ ഗ്രോത്തും മറ്റുമൊക്കെ അപ്പിയർ ചെയ്ത് ഫേഷ്യൽ ഹെയേഴ്സും ചെസ്റ്റ് ഹെയേഴ്സും പ്യൂബിക് ഹെയേഴ്സും ഒക്കെ അപ്പിയർ ചെയ്യുന്ന ഒരു സ്റ്റേജ്. ആ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? GnRH സെക്രീറ്റ് ചെയ്യും. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അപ്പൊ അത് ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യും. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുമ്പോൾ ആ ഹോർമോൺ വന്ന് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യും. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുമ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി 2 ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? LH-ഉം FSH-ഉം. പേരുകളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. LH-ന്റെ ഫുൾ ഫോം എന്താണ്? ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നും FSH-ന്റെ ഫുൾ ഫോമോ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നും പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഹോർമോൺസിന്റെ ആക്ഷൻ? LH ആക്ട്സ് അറ്റ് ദ ലൈഡിക് സെൽസ്. ലൈഡിക് സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെ? സെമിനിഫറസ് ട്യൂബ്യൂൾസിലെ ഇടയിൽ കാണുന്ന സെൽസ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലൈഡിക് സെൽസ്. ഈ ലൈഡിക് സെൽസിൽ ആക്ട് ചെയ്യുകയും അവിടെ എന്ത് ചെയ്യും? ഈ ലൈഡിക് സെൽസിനോട് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. എന്താണ് ആ ഹോർമോൺ? ആൻഡ്രോജൻസ്. LH act at the Leydig cells and stimulate synthesis and secretion of androgens. Androgens secrete ചെയ്യാൻ ആരംഭിക്കും.
ആൻഡ്രോജൻസ് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജനിസിസ്. ആൻഡ്രോജൻസ് ഈ പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതാണ് ആരുടെ റോള്? LH എന്ന് പറയുന്ന ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ റോള്. LH എവിടെ ആക്ട് ചെയ്യും? ലേഡിക് സെൽസിൽ അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസിൽ ആക്ട് ചെയ്തിട്ട് ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യും. ആൻഡ്രോജൻസ് സ്പെർമറ്റോജനിസിസിന് ഹെൽപ്പ് ചെയ്യും. ഇനി FSHന്റെ റോൾ എന്താണ്? FSH ആക്ട് ഓൺ ദ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് സം ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് സ്പെർമിയോജനിസിസ്. സ്പെർമിയോജനിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെർമാറ്റിഡ്സ് സ്പെർമറ്റോസോവയായിട്ട് മാറുന്ന പ്രോസസ്സ്. അപ്പൊ ആ പ്രോസസ്സിന് സഹായിക്കുന്ന ചില കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് FSH ഇൻ മെയിൽ. FSH act on the Sertoli cells and stimulates secretion of some factors which help in the process of spermiogenesis. അപ്പൊ അതൊന്ന് നമുക്കൊരു ഫ്ലോ ചാർട്ടിന്റെ രൂപത്തിൽ നോക്കാം. ഹൈപ്പോതലാമസ് എന്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? GnRH സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെ ആക്ട് ചെയ്യുന്നുണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ട് ഗൊണാഡോട്രോപ്പിൻസ് സെക്രീറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? LHഉം FSHഉം. ലൂട്ടിനൈസിങ് ഹോർമോൺ അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, രണ്ട് ഹോർമോൺ, ലൂട്ടിനൈസിങ് ഹോർമോൺ ഓർ LH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ FSH. LH എവിടെ ആക്ട് ചെയ്യും? ആക്സോൺ ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് എന്ത് ചെയ്യും? ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യും. ആൻഡ്രോജൻസിന് എന്തിന് ഹെൽപ്പ് ചെയ്യും? സ്പെർമറ്റോജനിസിസിന് സഹായിക്കും. FSH എവിടെ ആക്ട് ചെയ്യും? ആക്ട് ഓൺ സെർട്ടോളി സെൽസ്. Stimulates secretion of factors for spermiogenesis. Spermiogenesis-ന് സഹായിക്കും. That is transformation of spermatids into spermatozoa. അടുത്ത് നമുക്ക് സ്പേം സെൽസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാം. മെയിൽ ഗമീറ്റ് ആണ് സ്പേം സെൽസ്. സ്പേം സെൽസിന്റെ സ്ട്രക്ചർ നോക്കാം. Sperm is a microscopic structure composed of a head. ഒരു ഹെഡ് ഉണ്ട്, ഒരു നെക്ക് ഉണ്ട്, ഒരു മിഡിൽ പീസ് ഉണ്ട്, ഒരു ടെയിൽ ഉണ്ട്. നോക്കൂ സ്ട്രക്ചർ. ഒരു ഹെഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ ഹെഡ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് ഇതാ ഇവിടെ കാണാം ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഈസ് നോൺ ആസ് അക്രോസോം. മൊത്തത്തിൽ ഇതിനെ കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇനി ഹെഡ് കണ്ടെയ്ൻസ് എ ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ക്രോമസോമൽ മെറ്റീരിയൽ. ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, 23 ക്രോമസോംസ് അടങ്ങിയിട്ടുള്ള ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഒരു നെക്ക് ഉണ്ട്, ഒരു ഷോർട്ട് നെക്ക് ഉണ്ട്. ഒരു മിഡിൽ പീസ് ഉണ്ട്. മിഡിൽ പീസിൽ ധാരാളം മൈറ്റോകോൺട്രിയ കാണും. ഇപ്പൊ സ്പേം സെൽസിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിനകത്തുകൂടെ അത് നീന്തിയാണ് പോകുന്നത്. ആ ഒരു സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡിൽ കൂടെ നീന്തിയാണ് അത് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ആ നീന്താൻ, അതിന് സ്വിമ്മിങ്ങിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് മിഡിൽ പീസില് ഒരു കൂട്ടം മൈറ്റോകോൺട്രിയ ഉണ്ടാകും. പിന്നെ മൂവ്മെന്റിനെ സഹായിക്കാനായിട്ട് ടെയിൽ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാകും. നോക്കൂ, എ പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ദ ഹോൾ ബോഡി ഓഫ് സ്പേം. Acrosome. എന്താണ് acrosome? The sperm head contains an elongated haploid nucleus. The anterior portion of which is covered by a cap-like structure, acrosome. Anterior portion cover ചെയ്തുകൊണ്ട് ഒരു cap-like structure ഉണ്ട് acrosome. എന്താണ് acrosomesന്റെ ജോലി? The acrosome is filled with enzymes that help fertilization of the ovum. ഓവത്തിനകത്തേക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഈ സ്പേമിന്റെ ഹെഡാണ് കയറിപ്പോകുന്നത്. ആ ഹെഡ് കയറി പോകുന്നുണ്ടെങ്കിൽ ആ ഓവത്തിന്റെ മെംബ്രെയിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്ന കുറെ എൻസൈംസ് ഇതിനകത്തുണ്ട്. ഹയാലൂറോണിഡേസ് എന്നൊക്കെ പറയുന്ന എൻസൈംസ്. അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ അക്രോസോം എന്ന് പറയുന്ന പാർട്ടിൽ. അപ്പൊ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു പാർട്ടാണ് ഈ സ്പേംസിന്റെ അക്രോസോം എന്ന് പറയുന്ന പാർട്ട്. അക്രോസോംസിനകത്ത് എന്തുണ്ട്? എൻസൈംസ് ഉണ്ട്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എൻസൈംസ് ദാറ്റ് ഹെൽപ്പ് ഫെർട്ടിലൈസേഷൻ ഓഫ് ദ ഓവം. ഇനി മിഡിൽ പീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദ മിഡിൽ പീസ് പൊസസ് ന്യൂമറസ് മൈറ്റോകോൺട്രിയ. ധാരാളം മൈറ്റോകോൺട്രിയ ഉണ്ട്. വിച്ച് പ്രൊഡ്യൂസ് എനർജി ഫോർ ദ മൂവ്മെന്റ് ഓഫ് ടെയിൽ. ടെയിലിന്റെ മൂവ്മെന്റിനുള്ള എനർജി കൊടുക്കും. ദാറ്റ് ഫെസിലിറ്റേറ്റ് സ്പേം മോട്ടിലിറ്റി എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ.
ഫെർട്ടിലൈസേഷന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സ്പേംസ് എത്ര എനർജറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു മില്യൺസ് ഓഫ് സ്പേംസ് ഒരു ജാക്കുലേഷനിൽ പുറത്തു വരുമെങ്കിലും ഒരു സ്പേം മാത്രമാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ നല്ല എനർജറ്റിക് ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്ന സ്പേമിന് മാത്രമേ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൂവ്മെന്റ് വളരെ പ്രധാനമാണ്. The human male ejaculates about 200 to 300 million sperms during a coitus. ഇപ്പോൾ ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ, ലൈംഗിക ബന്ധം നടക്കുമ്പോൾ മെയിൽ ഒരു പ്രാവശ്യം ഇജാക്കുലേറ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്ന ആ ഒരു സെമനില് 200 മുതൽ 300 മില്യൺ സ്പേംസ് ഉണ്ടാകും. 200 മുതൽ 300 മില്യൺ സ്പേംസ് ആണ്. Of which for normal fertility, at least 60% sperms must have normal shape and size. ഇപ്പോൾ ഫെർട്ടിലിറ്റി ഉണ്ടാകണമെങ്കിൽ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന സ്പേംസിന്റെ എണ്ണം ഇത്രയും ഉണ്ടെങ്കിലും അതിൽ 60% സ്പേംസിനെങ്കിലും നോർമൽ ഷേപ്പും സൈസും എത്തിയിരിക്കണം. എല്ലാം ഫങ്ഷണൽ ആയിട്ടുള്ള സ്പെർമാറ്റോസോവ ആയിരിക്കണം. സ്പെർമാറ്റിഡ് സ്റ്റേജിലുള്ളത് ആയാൽ പറ്റില്ല. ഫങ്ഷണൽ ആയിട്ടുള്ള സ്പെർമറ്റോസോവ, പൂർണ്ണ വളർച്ചയെത്തിയ സ്പെർമറ്റോസോവ 60% ഉണ്ടാകണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദം മസ്റ്റ് ഷോ വിഗറസ് മോട്ടിലിറ്റി. 40%-നും വിഗറസ് ആയിട്ടുള്ള മോട്ടിലിറ്റി ഉണ്ടാകണം. നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. മെയിൽസില് ഈ സ്റ്റെറിലിറ്റിക്ക് കാരണം, വന്ധ്യതയ്ക്ക് കാരണം, പുരുഷന്മാരില് വന്ധ്യതയ്ക്ക് കാരണം ഈ പറയുന്ന ഈ സ്പേം കൗണ്ട് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ആവശ്യത്തിനുള്ള ഇത്രയും എണ്ണം സ്പേംസ് ഒരു പ്രാവശ്യം പുറത്തേക്ക് വരുന്ന ആ സെമൻ ഫ്ലൂയിഡിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായാലും ഈ 60%-നെങ്കിലും നോർമൽ ഷേപ്പും സൈസും എത്തിയിരിക്കണം. അതും ചിലപ്പോൾ ഉണ്ടാകില്ല. അത് മാത്രമല്ല, അതിലുള്ളതിൽ 40% എങ്കിലും വിഗറസ് ആയിട്ട് മൂവ് ചെയ്യുന്ന സ്പേംസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിന് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Sperms released from the seminiferous tubules are transported by the accessory ducts. ഈ റിലീസ് ചെയ്യുന്ന സ്പേംസ് ഈ എപ്പിഡൈഡിമസ്, റെറ്റിടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ, വാസ് ഡിഫറൻസ് ഈ പറയുന്ന ഡക്റ്റ് വഴിയാണ് അത് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഈ കണ്ടക്ട് ചെയ്യപ്പെടുമ്പോൾ ഈ ഡക്റ്റുകൾക്കും ചില സെക്രീഷൻസ് ഉണ്ട്. എപ്പിഡൈഡിമസിനും വാസ് ഡിഫറൻസിനും അതുപോലെ തന്നെ ആക്സസറി ഗ്ലാൻസ് ഉണ്ട്. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ്, ബൾബോ ഇറീത്രൽ ഗ്ലാൻസ്. അപ്പൊ ഈ ഗ്ലാൻസുകളുടെ സെക്രീഷൻസും എല്ലാം ഇതിന്റെ സ്പേംസിന്റെ മെച്ചുറേഷനും മോട്ടിലിറ്റിക്കും മൂവ്മെന്റിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ദ സെമിനൽ പ്ലാസ്മ അലോങ് വിത്ത് ദ സ്പേംസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമൻ. അപ്പൊ ഈ വരുന്ന സ്പെർമറ്റോസോവ സെൽസും സ്പെർമറ്റോസോവയും ഇവയുടെയൊക്കെ സെക്രീഷൻസും എപ്പിഡൈഡിമസിന്റെയും വാസ് ഡിഫറൻസിന്റെയും സെമിനൽ വെസിക്കിൾസിന്റെയും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെയും ഒക്കെ സെക്രീഷൻസും കൂടെ ചേർന്ന് വരുമ്പോൾ ആ ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമൻ. ദ സെമിനൽ പ്ലാസ്മ അലോങ് വിത്ത് ദ സ്പേംസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമൻ. The functions of male sex accessory ducts and glands are maintained by the testicular hormone androgens. ഇവിടെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആൻഡ്രോജൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് ആണ്. ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് സെക്രേറ്റ് ചെയ്യുന്ന ആൻഡ്രോജൻസ് ആണ് ഈ ഫങ്ഷൻസിനെ എല്ലാം സഹായിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. For video lessons, please subscribe TLP's biology classes. Thank you.